വിദ്യാരംഭത്തിന് പ്രസിദ്ധമായ തൃശൂർ ജില്ലയിലെ തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഹരിശ്രീ കുറിച്ചത് നൂറുകണക്കിന് കുരുന്നുകളാണ്. പുലർച്ചെ 4:30 ചടങ്ങുകൾ ആരംഭിച്ചു. വിജയദശമിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. മഹാനവമിയുടെ ഭാഗമായി വിജയദശമിയുടെയൊക്കെ ഭാഗമായിട്ട് ഹരിശ്രീ കുറിക്കാൻ വേണ്ടി നിരവധി കുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പുലർച്ചെ 4:30 മുതൽ ഇവിടെ ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തിരുവുള്ളക്കാവ് വാര്യത്ത് കുടുംബാംഗങ്ങൾ, അതായത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണെങ്കിലും ഈ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലാണ് ഈ ഒരു ആദ്യാക്ഷരം കുറിക്കുന്ന അല്ലെങ്കിൽ ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത്. അതിനും വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്തവും മഹാനവമി ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ സരസ്വതി മണ്ഡപത്തിൽ കുട്ടികൾക്ക് ഹരിശ്രീ കുറിച്ച് നൽകും, അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിക്കും, അല്ലെങ്കിൽ അറിവിൻ്റെ ലോകത്തേക്ക് ചുവട് വയ്ക്കാൻ വേണ്ടി അവരുടെ കൈപിടിച്ചൊപ്പം നടക്കും എന്നുള്ളൊരു പ്രത്യേകതയും ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. ശാസ്താ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു പ്രത്യേക രീതിയിലുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത്. നമ്മൾ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് 365 ദിവസവും ഉള്ളതിൽ അതിൽ 363 ദിവസവും ഈ ഒരു ചടങ്ങുകൾ, അതായത് ഈ ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങുകൾ ഈ ക്ഷേത്രത്തിൽ നടക്കുമെന്നുള്ളൊരു പ്രത്യേകതയും ഈ തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. എന്തായാലും ഈ വിജയദശമി ദിവസത്തിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ഇവിടെ ഈ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് ഈ സരസ്വതി മണ്ഡപത്തിൽ നിലവിൽ 20 പുരോഹിതന്മാരാണ് ഇവർ കുട്ടികൾക്ക് അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്നത്. അതേപോലെ തന്നെ തിരക്കനുസരിച്ച്, അതായത് ഈ ഇവിടെ വരുന്ന ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ തിരക്കനുസരിച്ച് അത് 50 വരെ, അതായത് 20 മുതൽ 50 വരെ ആളുകളെ ആചാര്യന്മാർ എത്തും എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതായത് തിരക്കിനനുസരിച്ച് വളരെ വേഗത്തിൽ ആളുകൾക്ക് കയറി ഇറങ്ങി ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇനിയും സമയം കഴിയുന്നതോടുകൂടി, ഇനിയും സമയം മുന്നോട്ട് പോകുന്നതോടുകൂടി തിരക്ക് വീണ്ടും കൂടാനുള്ള, തിരക്ക് അധികരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ തിരക്കുകൾ കൂടുമ്പോഴത്തേനും കൂടുതൽ ആളുകളെ, കൂടുതൽ ആചാര്യന്മാരെ ഇരുത്തിക്കൊണ്ട് അത് ചടങ്ങുകൾ സുഗമമാക്കാനും ഒപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് സുഗമമായിട്ട് തൊഴുത് അല്ലെങ്കിൽ ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 50ഓളം ആചാര്യന്മാരെ കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഈ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഈ ഹരിശ്രീ കുറിക്കുന്ന അല്ലെങ്കിൽ വിദ്യയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കുട്ടികളുമായിട്ട് രാവിലെ മുതൽ, പുലർച്ചെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ കുട്ടികൾക്ക് ഹരിശ്രീ കുറിക്കുന്ന ചടങ്ങുകളൊക്കെ ഇവിടെ പുരോഗമിച്ച് വരികയാണ്. അവർക്കുള്ള പ്രസാദവും മറ്റുമൊക്കെ കൊടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് എന്നാണ് വരുന്നത്? ഇരിഞ്ഞാലക്കുട. തിരക്കുണ്ടോ ക്ഷേത്രം? നല്ല തിരക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു നല്ല തിരക്കം തന്നെയാണ്. തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്നൊരു ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിയുമായിട്ട് വന്ന് ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി, ഹരിശ്രീ കുറിക്കാൻ വേണ്ടി എത്തിയതാണ്. നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിന്. സരസ്വതി മണ്ഡപത്തിന് പുറത്തും നല്ല ഭക്തജന തിരക്കുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ തിരക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വരി സംവിധാനം, ക്യൂ സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ വിദ്യാരംഭത്തിനെത്തുന്ന കുട്ടികൾക്ക് പുറമെ ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് സുഗമമായിട്ട് ക്ഷേത്ര ദർശനം നടത്തി പുറത്തേക്ക് പോകുന്നതിനുള്ള സൗകര്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രത്യേക ക്യൂ സംവിധാനം ഒക്കെ ഒരുക്കിയിട്ടുള്ളതെന്നും ക്ഷേത്രം ഭാരവാഹികൾ അല്ലെ അധികൃതരൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. നിരവധി ആളുകൾ ഈ സരസ്വതി മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഉച്ചയോടുകൂടി ഈ ചടങ്ങുകളൊക്കെ അവസാനിക്കും. 4:30 ചടങ്ങുകളൊക്കെ തുടങ്ങിയത്. ക്യാമറമാൻ VM മണികൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശൂർ. കൊല്ലം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് മഹോത്സവം നാളെ. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള കാളകെട്ടാണ് നടക്കുന്നത്. 52 കരകളിൽ നിന്നായി 200-ൽ പരം കാളകളാണ് ഉത്സവത്തിനെത്തുക.
കർക്കിടകത്തിൽ തുടങ്ങി കന്നിമാസത്തിലെ തിരുവോണത്തിൽ അവസാനിക്കുന്നതാണ് ഓണാട്ടുകരക്കാരുടെ ഓണം. 28ാം ഓണനാൾ ദേശക്കാർക്ക് എന്നും ഉത്സവലഹരിയാണ്. സമൃദ്ധമായ വിളവെടുപ്പിന് സഹായിച്ച കാളകൾക്കുള്ള കർഷകരുടെ നന്ദി പ്രകടനവും ഈശ്വരവിശ്വാസത്തിന്റെ ഭാഗവുമാണ് കാളകെട്ട് മഹോത്സവം. നന്ദീകേശ രൂപങ്ങളുമായി ഓരോ കരക്കാരും ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലെത്തും. പടനിലത്തിൽ ചെറുതും വലുതുമായ കാളകൾ അണിനിരക്കും. ഇത്തവണയും ഓരോ കരയിൽ നിന്നും ഊരുചുറ്റി പടനിലത്തിലേക്കെത്താൻ നന്ദീകേശന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. ഞക്കനാൽ പടിഞ്ഞാറേക്കരക്കാരുടെ 72 അടി ഉയരമുള്ള കാലഭൈരവനാണ് ഏറ്റവും വലുപ്പമുള്ള കാള. ഓണാട്ട് കതിരവനാണ് വലുപ്പത്തിൽ രണ്ടാമൻ. അതായത് 2013 ഓണാട്ടുകതിരവനെ ആദ്യമായി നിർമ്മിക്കുകയും അന്ന് ശ്രീ ചുനക്ക രായൻ സാർ അവറുകളാണ് ഈ നന്ദികേശനെ ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്നത്. 2014 ഓണാട്ടുകതിരനെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 2017 URF റെക്കോർഡ്, ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേശൻ എന്ന URF റെക്കോർഡ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. 52 കരകളിൽ നിന്നും 200-ലധികം നന്ദികേശന്മാരെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് ആനയിച്ച് കൊണ്ടുവരുന്നതാണ്. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ഓണാട്ടുകരയുടെ കാർഷിക സമൃദ്ധിയുടെ തന്നെ ഒരു മഹോത്സവമാണ് ഓച്ചിറ പരബ്രഹ്മ എത്തുന്നത്. ഏറെ നാളത്തെ കരക്കാരുടെ പ്രയത്നമാണ് ചെറുതും വലുതുമായ ഓരോ നന്ദീകേശ രൂപങ്ങളും. ഇതിനു പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. കോവിഡ് കാലത്തായിരുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇതിനകത്ത് കൂടുതലായി നടത്തിയത്. 10 കുടുംബങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട ആഹാരങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും നൽകി ഈ യുവജനസമിതി ഏറ്റെടുത്തു. അതിനുശേഷം നിരവധി ചെറുതും വലുതുമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സമിതി മുന്നോട്ട് പോകുന്നത്. നല്ല ചന്തമുള്ള കുട്ടിക്കാളകളും വീടുകൾക്ക് മുന്നിൽ തയ്യാറാകുന്നുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ കാളകൾ ഓരോന്നായി ഇറങ്ങിത്തുടങ്ങും. ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലെ പടനിലം നാളെ നന്ദീകേശന്മാരാൽ നിറയും. ജനം, കൊല്ലം.